ഹലോ ഗായ്സ്, ഞങ്ങൾ ലക്ഷദ്വീപ് ട്രിപ്പിന്റെ രണ്ടാം ഭാഗം കണ്ടാലോ? കുറച്ചൊന്ന് വൈകിപ്പോയി, കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ വീഡിയോ കുറച്ച് വൈകിപ്പോയി. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് സൺറൈസ് കാണാൻ പറ്റിയ സ്ഥലം. ഞങ്ങളിതേ ചക്രവാളം ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ദേ ആ റെഡ് കാണുന്നതാണ് ചക്രവാളം. അതായത് സൂര്യൻ ഉദിക്കുന്ന തൊട്ട് മുന്നേ വരുന്ന ഒരു റെഡ് കളറ് ആകാശത്തിനെയാണ് നമ്മൾ ചക്രവാളം എന്ന് പറയുന്നത്. ചക്രവാളം കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു സൂര്യൻ അവിടെ തന്നെ ഉദിച്ചു വരുന്നു. നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാവേ. ദേ ഇത് കണ്ടോ, മൂണിന്റെ കൂടെ സണ്ണും. ഇവർ രണ്ടുപേരും ഒരുമിച്ചാ വരുന്നെന്നാ തോന്നുന്നേ. ശരിക്കും മൂൺ ആകാശത്ത് നിന്ന് പോകുന്നൊന്നുമില്ലേ, സൺലൈറ്റ് കാരണം നമുക്ക് മുന്നേ കാണാൻ പറ്റാത്തതാ. നമ്മളുടെ ഫുഡ് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കിലാഞ്ചി ആയിരുന്നേ. കിലാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരി, നൈസ് പത്തിരി പോലൊരു സാധനം, അതിന്റെ കൂടെ തേങ്ങാപ്പാലും പഴവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാവുക. കറിയല്ല, ഒരു പാല്. ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയ ദിവസമാണ്. അതിന് കാരണം എന്താണെന്നല്ലേ, ഇന്നാണ് നമ്മുടെ സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ദിവസം. എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ആണ് പാരസൈലിങ്ങും സ്കൂബ ഡൈവിങ്ങും. അപ്പം ഇന്ന് നമ്മൾ സ്കൂബ ഡൈവിങ് ചെയ്യാനാണ് പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബുൾബുളിന് സ്കൂബ ഡൈവിങ് പറ്റത്തില്ല. 10 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് നമ്മൾ സ്കൂബ ഡൈവിങ് ഇവിടെ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് ഞാനും അഞ്ജലി മാത്രമേ സ്കൂബ ഡൈവിങ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അവിടുത്തെ ഇൻസ്ട്രക്ടറോട് ചോദിച്ചിട്ട് ബുൾബുളിന് അന്നത്തെ ദിവസം സ്നോർക്കലിംഗ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബുൾബുൾ ഇതേ ഊഞ്ഞാലാടുകയാണ്. പിന്നെ ഞങ്ങൾ ഇതേ തല തിരിഞ്ഞു വരുന്നു. യെസ്, വെറുതെ തല തിരിഞ്ഞുള്ളൊരു ഫോട്ടോ എടുത്തുന്നേ ഉള്ള. പിന്നെ നമ്മുടെ ഇൻസ്ട്രക്ടർ ഇതാ എല്ലാം കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്സിജൻ സിലിണ്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ ഞങ്ങൾ കടലിലോട്ട് പോകാൻ നേരം ഒരു ചെറിയ ചെക്കൻ കുറെ സ്രാവിനെയൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്നേ. അപ്പം അത് ചുമ്മാ കണ്ടപ്പോ ഒരു രസത്തിന് ഞാൻ ഫോട്ടോ എടുത്തുന്നേ ഉള്ള. യെസ്, അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഇതേ നടുക്കടലിലേക്ക് യാത്ര ചെയ്യാണ്. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ ഞങ്ങൾക്ക് ഇതിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെ വെക്കണം, എന്ത് ചെയ്യണം, അതിന്റെ സയൻസ് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു തന്നു. പുള്ളിക്കാരൻ ഭയങ്കര ജോലിയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. പുള്ളി പറയുമ്പോൾ സ്കൂബ ഡൈവിങ്ങിന് ഒരു പ്രശ്നവും ഇല്ല, നല്ല ഈസി ആയിട്ട് ചെയ്തു വരാം. പക്ഷെ അതടുക്കാറായപ്പോൾ കുറച്ചൊക്കെ ഒരു പേടി തോന്നി. അയ്യോ, അതിൻ്റെ ഉള്ളിൽ പോയാൽ എങ്ങനെയാവും എന്താവുന്നത് ചെറിയൊരു പേടി തോന്നി. എന്നാലും ഒന്നും നോക്കില്ല. എൻ്റെ ആഗ്രഹമാണല്ലോ, എൻ്റെ ആഗ്രഹത്തിന് ഞാൻ തന്നെ ചാടണമല്ലോ എന്നുള്ള രീതിയിൽ ഞാനങ്ങ് എന്തായാലും പോവാന്ന് ഉറപ്പിച്ചു. ആദ്യം തന്നെ അഞ്ജലിയാണേ പോവാൻ നിന്നത്. അവളുടെ പിന്നാലെ ഞാനും പോയി. അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു. അവളിറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. എന്നാലും കുഴപ്പമില്ല. ഞാനും ദേ ഞങ്ങളുടെ ഗ്ലാസ് ഒക്കെ വെക്കുവാണ്. അങ്ങനെ ഞാൻ ഇതേ വെള്ളത്തിലോട്ട് ഇറങ്ങി. ഇനി പതിയെ നമുക്ക് കടലിന്റെ അടിയിലോട്ട് പോകാം. അവിടെ കണ്ട കാഴ്ചകളാണ് ഭയങ്കര രസമുള്ളത്. ദേ നോക്കിക്കേ, എന്തോരം മീനുകളാ. കുറേ മീനുകളും കുറേ സാധനങ്ങളും അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടേ നമ്മള്. കോറൽസ് കണ്ടു, സീ കുക്കുംബർ കണ്ടു, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു. ഭയങ്കര രസമാണ്. അത് കുറേ ഒന്നും ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല നമ്മൾ കണ്ട കാര്യങ്ങൾ, പക്ഷെ നല്ല രസമായിരുന്നേ കാണാൻ.
അത് കഴിഞ്ഞിട്ട് ഇതേ ബുൾബുളിന് സ്നോർക്കലിങ്ങിനായിട്ട് ഇറക്കുവാണ്. അവൾ ആദ്യമൊക്കെ പോകുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ മടി പറഞ്ഞു. ട്രെയിനർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ അവൾ അറ്റ് ലാസ്റ്റ് അവളുടെ സ്നോർക്കലിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അവളിതേ ഓരോ മീനിനെ കണ്ടിട്ട് അതിന്റെ കളറ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നോർക്കലിംഗ്. സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തന്നെയാണ് നമ്മളുടെ വാട്ടർ സ്പോർട്സ് എല്ലാം തന്നെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂബ ഡൈവിങ് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലോട്ട് പോയി. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കും അഞ്ജലിക്കും അത് തുഴയാനൊന്നും അറിയില്ല. ഞങ്ങൾ രണ്ടാളും ചുമ്മാ ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തുഴഞ്ഞ് ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നിയോണ്ട് ഞങ്ങൾ വേഗം തന്നെ കയാക്കിങ് നിർത്തിയേ. കാരണം അത് നമ്മൾ പണിയെടുക്കണമല്ലോ. നമ്മൾ പണിയെടുക്കുന്ന സാധനത്തിനോട് നമുക്ക് കുറച്ച് മടുപ്പ് തോന്നുമല്ലോ. കയാക്കിങ് ഞങ്ങളുടെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല കയാക്കിങ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളുടെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അടുത്ത പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ കൽപ്പിറ്റി ഐലൻഡ് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങളിതാ വെള്ളത്തിലൊക്കെ കളിച്ച് അങ്ങനെ കൽപ്പിറ്റി ഐലൻഡിലോട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടൽ ഒരു ഭയങ്കര വലിയൊരു അത്ഭുതമല്ലേ. എന്തെല്ലാം കാര്യങ്ങൾ ആ കടലിന്റെ ഉള്ളിലുള്ളത്. കുറേ മീനുകളെ കണ്ടു, അതുപോലെ തന്നെ കുറെ കോറൽ റീഫ്സിനെ കണ്ടു. സ്കൂബ ഡൈവിങ് ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഇതും നല്ല രസമായിരുന്നു കാണാൻ. കാരണം നമ്മൾ നേരത്തെ സ്കൂബ ചെയ്തതുകൊണ്ടാണ് ഇതിനോട് അത്ര എക്സൈറ്റ്മെന്റ് തോന്നാതിരുന്നത്. സ്കൂബ ചെയ്തിട്ടില്ലെങ്കിൽ ഇതും ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടുന്ന് നമ്മൾ കുറേ കളറിലുള്ള മീനിനെയും കോറൽ റീഫ്സും സീ കുക്കുംബറും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കണ്ടു. അങ്ങനെ പറപ്പിച്ച് വിടുവാപ്പ ഐലൻഡിലോട്ട് എന്ന് പറയുമ്പോൾ ബോട്ട് പതപ്പിച്ച് അങ്ങ് വിടുവാണേ. ദേ നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഐലൻഡ്? അതാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്ന കൽപ്പിറ്റി ഐലൻഡ്. നമ്മൾ ഇതേ കൽപ്പറ്റ ഐലൻഡിലോട്ട് എത്തി. അവിടെ കുറെ ഞണ്ട് പോലുള്ള നല്ല ഭംഗിയുള്ള കുറേ ക്രീച്ചേഴ്സിനെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ ഇതേ ആ ഒരു ഐലൻഡിൽ കൂടെ അങ്ങനെ നടക്കുകയാണ്. അവിടെ ആൾതാമസമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വിസിറ്റേഴ്സ് വരുന്നു, അവിടെ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാനും അഞ്ജലിയും ബുൾബുളും കൂടെ ആ ഒരു ഐലൻഡിന്റെ മറ്റേ വശത്തോട്ട് പോവാണ്. അവിടെയൊക്കെ നല്ല ഭംഗിയാണ്, ഫോട്ടോസ് എടുക്കാനും വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അവിടെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ബുൾബുളിന്റെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിട്ടോ. നല്ല മരങ്ങളും നല്ല പച്ചപ്പും ഹരിതാപവും ഉള്ളൊരു ഐലൻഡാണ് കൽപ്പിറ്റി എന്ന് പറയുമ്പോൾ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കടലായാലും നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു കടലാണല്ലോ അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ഐലൻഡ് ഒക്കെ വിസിറ്റ് ചെയ്തു, അതുപോലെ തന്നെ കുറേ ഫോട്ടോസ് എടുത്തു.
നമ്മളുടെ കൂടെ 2 നോർത്ത് ഇന്ത്യൻ ആന്റിമാരുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടാണ് ബുൾബുൾ ഈ ഡാൻസ് കളിക്കുന്നത്. ബുൾബുളിനാണെങ്കിൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അവൾ എപ്പോൾ വേണമെങ്കിലും ഏത് പാട്ടിന് വേണമെങ്കിലും അവളുടേതായ സ്റ്റെപ്പിന് അവൾ ഡാൻസ് കളിച്ചോളും. അങ്ങനെ ആ ആന്റിമാര് പറഞ്ഞിട്ടാണ് അവൾ ഈ ഡാൻസ് കളിക്കുന്നത്. ഇവനാണ് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗൈഡ്. പിന്നീടുള്ള ഫോട്ടോസ് എല്ലാം ഇവനാണ് നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. നല്ല അടിപൊളി പിക്ചേഴ്സ് ആയിരുന്നു എല്ലാം തന്നെ. വീഡിയോസും അടിപൊളിയായിരുന്നു. ഞാനും ബുൾബുളും അഞ്ജലിയും കുറേ ഫോട്ടോസും വീഡിയോസും ഈ ബോട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ എടുത്തിട്ടുണ്ടായേ. അങ്ങനെ ഞങ്ങൾ കൽപ്പറ്റി ഐലൻഡ് ഒക്കെ വിസിറ്റ് ചെയ്തു. ഞങ്ങളുടെ അന്നത്തെ ദിവസവും കഴിഞ്ഞു. ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം.